ക്ലാസ് 5ലെ ഭാഗം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും രണ്ടാമത്തെ ചാപ്റ്ററായ നമ്പർ വേൾഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാപ്റ്റർ 2 നമ്പർ വേൾഡ്. Number that count. You have learned many things about numbers. Which is the largest number you know? നമ്മൾ ഏതാണ് കഴിഞ്ഞ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കിയേ. 10,000 വരെയാണ്. 10,000 വരെയുള്ള ഡിജിറ്റ് വെച്ചിട്ടുള്ള ആ നമ്പർ വെച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെയും ദർ നമ്പർ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്. 10,000 മുകളിലും നമ്മൾക്ക് നമ്പേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് ഫ്രം ദ സ്മോളസ്റ്റ് നമ്പർ ആൻഡ് മേക്ക് ഇറ്റ് ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ. സി, അതായത് ഏറ്റവും ചെറിയ നമ്പറിൽ തുടങ്ങി നമുക്ക് ഏറ്റവും വലിയ നമ്പർ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, 1 സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആ 1ൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു 0 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായി? 1 0. ഇപ്പോൾ ഇതെന്താ വായിക്കുക? 10. വീണ്ടും നമ്മൾ 10ൻ്റെ റൈറ്റ് സൈഡിൽ എഗെയിൻ ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 1 0 0. എന്ത് വായിക്കും? 100. വീണ്ടും ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1000. വീണ്ടും നമ്മളൊരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 10,000. ഇതുപോലെയാണ് നമ്മൾ ബിഗ്ഗർ നമ്പേഴ്സ് ഉണ്ടാകുന്നത്. എത്ര ഡിജിറ്റ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആകെ 1 to 9 നമ്പേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാർജർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ഹൗ ഡു ദ നമ്പർ ബിക്കം ലാർജർ ആസ് വി റൈറ്റ് ലൈക്ക് ദിസ്? അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വലുതായി വരിക എന്നാണ്. എവറി ടൈം ദ ഡിജിറ്റ് 1 ഷിഫ്റ്റ് 1 പ്ലേസ് ടു ദ ലെഫ്റ്റ്. നമ്മളിപ്പോൾ മുൻപിൽ ചെയ്തതിൽ നമ്മൾ ഓരോ 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും 1ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി കൊണ്ട് പോവുകയാണ്. ബിക്കം 10 ടൈംസ് ആസ് ലാർജ്. ഫസ്റ്റത്തെ സംഖ്യ 1 ആയിരുന്നു. ആ 1ൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 1 എന്ത് ചെയ്തു? അത് ഒരു സ്ഥാനം ലെഫ്റ്റ് സൈഡിലേക്കാണ് നീങ്ങിപ്പോയത്. ഒരു സ്ഥാനം നീങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ടൈംസ് ലാർജ് ആവുകയാണ്. ആദ്യത്തെ നമ്പർ 1 ആയിരുന്നു. 1ൻ്റെ റൈറ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതെന്തായി മാറി? 1 × 10 10. 1ൻ്റെ സ്ഥാനം ഇടതുഭാഗത്തേക്ക് 1 നീങ്ങിയപ്പോൾ അതെന്തായി? 10 ഇരട്ടിയായി. അത് 1ൻ്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 10 10. വീണ്ടും 10ൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നമ്പർ 100 ആയി. 100 ആയി എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 1 വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീങ്ങി. ഇപ്പോൾ അത് 100. അതായത് 10ൻ്റെ 10 ടൈംസ് ആണ് 100. 10നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 100 ആയി. ഒരൊറ്റ സ്ഥാനം നീങ്ങുമ്പോൾ തന്നെ എത്ര വരുന്നുണ്ട്? 10 ടൈംസ് ലാർജർ ആകുന്നുണ്ട്. നമ്മൾ വീണ്ടും 100ൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് 1000 ആയിട്ട് മാറും. 1000 എന്ന് പറഞ്ഞാൽ എന്താ? 100ൻ്റെ 10 ടൈം അല്ലേ? 100 × 10 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1000 കിട്ടും. ഇങ്ങനെയാണ് ഓരോ ലാർജർ നമ്പേഴ്സും ഉണ്ടാകുന്നത്. അത് എങ്ങനെയാണ് റീഡ് ചെയ്യാന്നും കൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാഠത്തിൽ. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ നോക്കണേ. Can't we shift 1 still further left and make larger number? നമുക്ക് ഒരു സ്ഥാനം നീങ്ങി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലാർജർ നമ്പർ കിട്ടുമോ? നോക്കാം. 4th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിച്ചത് 10,000ൻ്റെ വാല്യൂ വെച്ചിട്ടുള്ളതാണ് അല്ലേ? ഇനി ഈ 10,000ന് വീണ്ടും മേക്കിങ് റൈറ്റ് സൈഡിൽ നമ്മൾ 0 ഇട്ട് കൊടുത്ത് അത് എന്തായിരിക്കും വായിക്കുന്നത്? അത് വായിക്കുന്നത് 1 lakh എന്നാണ്. ലാക്ക് 100,000 എന്ന് എഴുതുമ്പോൾ അതെന്ത് വായിക്കും? ലാക്ക്. ലാക്കിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും 0 ചേർത്ത് കൊടുക്കുമ്പോൾ അതെന്താവും? 10 lakh.
10 ലാഖിൻ്റെ കൂടെ വീണ്ടും നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്രോർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിൻ്റെ 1ൻ്റെ പ്ലേസ് വാല്യൂവിൽ ഓരോരോ സ്ഥാനത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് വായിക്കുന്നതിലും എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സ് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 1, 10, 100, 1000, 10,000, lakh, 10 lakh, crore ഈ ലെവലിലായിരിക്കും പോവുക. ഇനി ഇത് നമ്മുടെ ഇന്ത്യയിലെ കണക്കാണ്. ഇന്ത്യയിൽ ഇങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിൽ അതർ കൺട്രീസിൽ ഇത് വായിക്കുന്നത് നോക്കൂ. നമുക്ക് 1 lakh എന്നുള്ളതിന് അവിടെ വായിക്കുന്നത് 100,000 എന്നാണ്. 1 lakhന് അതർ കൺട്രീസിൽ പറയുന്നത് 100,000 എന്നും 10 lakhന് മില്യൺ എന്നും 1 crore എന്താണ് അവിടെ 10 മില്യൺ ആണ്. 10 crore അറിയുന്നത് 100 മില്യൺ, 100 crore ബില്യൺ എന്നാണ് വായിക്കുന്നത്. അടുത്ത പേജ് നോക്കാം. ഇറ്റ് ഗ്രോസ് ലൈക്ക് 10 billion and 100 billion and 1000 billion is called a trillion. അപ്പം നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനാ ഇത്രയും വലിയ നമ്പറുകളൊക്കെ 100 crore ഒക്കെ അതൊക്കെ പഠിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഇതിൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗം വരുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇപ്പം ചിന്തിച്ചില്ലേ? നോക്കാം എന്തുകൊണ്ട് നമ്മൾ ഈ നമ്പേഴ്സൊക്കെ പഠിക്കുന്നതെന്ന്. ഡു യു നോ ഹൗ മെനി പീപ്പിൾ there in our കേരള? നമ്മുടെ കേരളത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നോക്കൂ. അക്കോർഡിംഗ് ടു ദ 2011 സെൻസർ there are about 3 crore and 40 lakh. എത്രയാണ്? 3 crore and 40 lakh പീപ്പിൾ ഉണ്ട്. ഈ 3 കോടി 3 crore 40 lakh എങ്ങനെ എഴുതും നമ്മൾ? എത്ര ഡിജിറ്റ് വേണം അതിൽ? അതൊക്കെ നമുക്ക് അറിയണ്ടേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും വലിയ നമ്പറുകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എങ്ങനെയാണ് നമ്മളിത് എഴുതുക? 3 crore and 40 lakh എന്ന് എങ്ങനെ എഴുതും? നമ്മളെ ഓരോ സ്ഥാനം കഴിയുമ്പോൾ 3 കഴിഞ്ഞൊരു കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 40 കഴിഞ്ഞിട്ടൊരു കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീണ്ടും 2 0 കഴിഞ്ഞ് കോമ ഇട്ട് കൊടുത്തു. എന്തിനാ ഇങ്ങനെ കോമ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ഥാനം നോക്കിയിട്ട് പ്ലേസ് വാല്യൂ നോക്കിയിട്ട് കോമ ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായില്ല എന്തിനാ നമ്മൾ ഇത്ര വലിയ നമ്പേഴ്സ് പഠിക്കുന്നതെന്ന്? വാട്ട് എവർ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ആളുകളുടെ എണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞേ. കേരളത്തിൽ തന്നെ എത്രയായിരുന്നു? 3 crore ആയിരുന്നു അല്ലേ? 3 crore എബോവ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലോ അതിനേക്കാളും കൂടുതലുണ്ടാവും. ഇറ്റ് ഈസ് മോർ ദാൻ 100 crore, അതർവൈസ് മോർ ദാൻ എ ബില്യൺ. ആൻഡ് വാട്ട് എവർ ദ ഹോൾ വേൾഡ്, ഈ ലോകത്ത് മൊത്തം എത്ര ആളുകളുണ്ടാവും അല്ലേ? It is about 800 crore, that is 8 billion. The number which has only 0 after digit 1 are named like that. നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? 1ഉം 0യും കൂടെയുള്ള നമ്പർ. അത് 1ൻ്റെ റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്പേഴ്സിന് വരുന്ന വാല്യൂയിൽ വരുന്ന വ്യത്യാസമാണ് പഠിച്ചത്. 1ഉം 0യും കൂടാതെ വേറെ നമ്പേഴ്സുകളെല്ലാം വരുന്ന സമയത്ത് അത് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം ഒന്ന് പഠിക്കാം കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. The number obtained by multiplying all one digit number from 1 to 9 is 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 362880 എന്നാണ്. എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 ഡിജിറ്റ് ഉണ്ട്. ഈ 6 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ നമ്പർ എന്താ? 3. അപ്പോൾ ഒറ്റയ്ക്ക് 3 ആണെങ്കിൽ എന്ത് വായിക്കും? 3. ഇനി ആദ്യത്തെ 2 നമ്പറുകൾ നോക്കുക, 3ഉം 6ഉം. അതെങ്ങനെ വായിക്കും? 36. ഇനി ആദ്യത്തെ 3 നമ്പർ നോക്കാം, അതെന്ത് വായിക്കും? 362. ഇനി അടുത്ത 4 ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ 4 ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ 3628. ഇനി അടുത്ത വീണ്ടും ഒരെണ്ണം കൂടെ, അതായത് 5 ഡിജിറ്റ് നമ്പർ എടുക്കുകയാണെങ്കിൽ 36,288. ഇനി വീണ്ടും 0 കൂടെ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്ത് വായിക്കും? ഇപ്പോൾ 6 ഡിജിറ്റായി. അപ്പോൾ എന്താ വായിക്കുക? 3,62,888.
880. ഇവിടെ നോക്കൂ, ഈ നമ്പറിൻ്റെ സീറോൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1. 8ൻ്റെ 10, അഗൈൻ 8ൻ്റെ 100, പിന്നെ 2000, 6, 10,000, 3 lakh ആണ്. അപ്പോൾ 3യുടെ പ്ലേസ് ലാക്ക് ആയതുകൊണ്ട് നമ്മൾ 3 lakh എന്ന് പറഞ്ഞു. ഇനി 10,000ഉം 1000 നമ്മൾ ചേർത്ത് പറയും. അതായത് 62,000. 60, 10,000, 6, 10,000 എന്ന് പറഞ്ഞാൽ എത്ര? അത് 60,000 എന്ന് പറയുമ്പോൾ 2,000. അപ്പോൾ 62,000. 8ൻ്റെ പ്ലേസ് വാല്യൂ 100. അപ്പോൾ 800, 8ൻ്റെ 10, 80 അല്ലേ? പിന്നെ 1ൻ്റെ സ്ഥാനത്ത് 0, അപ്പോൾ 80. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിജിറ്റുകളെല്ലാം റീഡ് ചെയ്യണത്. എത്ര വലിയ ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾസോ റീഡ് നമ്പേഴ്സ് ബൈ കൗണ്ടിങ് ഡിജിറ്റ്. 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 to 9, 1, 2, 3, 4, 5, 6, 7, 8, 9. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ദ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 10. ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 99 അല്ലേ? 10 to 99 നമ്പേഴ്സ് വരെ നമ്മൾ എന്ത് പറയും? 2 ഡിജിറ്റ്. 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100, ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 5 ഡിജിറ്റ് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവും. ഈ നോക്കിയോ, ഹൗ ഡു വി റീഡ് 2, 3, 4, 5, 6, 7? എങ്ങനെയാണ് ഈ നമ്പർ നമുക്ക് റീഡ് ചെയ്യുക? ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ഡിജിറ്റ് നമ്പർ എങ്ങനെയായിരിക്കും വായിക്കുക? ഇവിടെ 7ൻ്റെ പ്ലേസ് വാല്യൂ 1, 6ൻ്റെ 10, 5ൻ്റെ 100, 4,000, 3, 10,000, 2 lakh. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? 2,34,567. അടുത്ത് വായിക്കുക. ഇൻ 2023 the minimum distance between the earth and the moon is 3,56,569 kilometers and the maximum is 4,06,458 kilometers. അടുത്ത നോക്കാം. According to the 2011 census, the population of Kerala was 3,34,06,061 and the total population of India was 121,08,54,977. Next നോക്കാം. The product of all the numbers from 1 to 11 is 3,99,16,800. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്ര നേരം എടുത്ത ഇത്രയും വരെയുള്ള ടോപ്പിക് നിങ്ങൾ നല്ല ക്ലിയർ ആയി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ഓരോ നമ്പേഴ്സ് നീങ്ങുമ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂവിൽ വരുന്ന മാറ്റവും അതെങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ടോപ്പിക്കാണ് ഗ്രോയിങ് നമ്പേഴ്സ്. ദർ ആർ ഓൺലി 9 ഡിജിറ്റ് നമ്പേഴ്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ there? ഒറ്റ അക്ക സംഖ്യകൾ 9 ഉള്ളൂ, 1 മുതൽ 9 വരെ. അങ്ങനെയാണെങ്കിൽ 2 അക്ക 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾക്കറിയാം അല്ലേ, ഏറ്റവും സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 10. The smallest 2 digit number is 10. Largest 2 digit number is 99. But from 10 to 99, how many numbers are there? Okay, there are 99 numbers from 1 to 99. അത് 1 മുതൽ 99 വരെ നമുക്കറിയാം 99 എണ്ണം ഉണ്ട് എന്ന്. അതിൽ കുറച്ച് എണ്ണം എന്ന് പറയുന്നത് എന്താ? 1 ഡിജിറ്റ് നമ്പറാണ്. എത്ര എണ്ണം ഉണ്ട് 1 ഡിജിറ്റ് നമ്പർ? നമ്മൾ നേരത്തെ പഠിച്ചു 1 മുതൽ 9 വരെ, അതായത് 9 എണ്ണം. ആകെ 99 വരെ ഉള്ളതിൽ 9 കുറച്ചാൽ പോരെ, അപ്പോൾ നമുക്ക് 2 ഡിജിറ്റിൻ്റെ നമ്പറിൻ്റെ എണ്ണം കിട്ടുമല്ലോ. ആകെ 99ൽ നിന്ന് 1 ഡിജിറ്റായ 9 നമുക്ക് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ 90.
നെക്സ്റ്റ് നോക്കാം. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ ഹാവിങ് ബോത്ത് ഡിജിറ്റ് 1 and 3? 1ഉം 3ഉം ഉപയോഗിച്ച് എത്ര എണ്ണം 2-digit നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അതിൽ 1ഉം 3ഉം മാത്രമേ പറ്റുള്ളൂ. നമ്മൾക്കറിയാൻ പറ്റും 1ഉം 3ഉം വെച്ചിട്ട് നമുക്ക് 2 എണ്ണേ പറ്റുള്ളൂ. ഏതാണ്? ഒന്ന് 13, 13ഉം പിന്നെ ഒന്ന് 31ഉം. 1ൻ്റെയും 3യുടെയും സ്ഥാനം മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈ 2-digit നമ്പേഴ്സ് കിട്ടും. അപ്പോൾ 1, 3 വെച്ച് തുടങ്ങുന്ന എത്ര 2-digit നമ്പർ ഉണ്ട്? 2 എണ്ണം. ഹൗ മെനി 3-digit നമ്പേഴ്സ് ഹാവ് ദ 3-digit 1, 3, 5? 1, 3, 5 തുടങ്ങുന്ന എത്ര 3-digit നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അടുത്ത ചോദ്യം. ഇതിൽ 1, 3, 5 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കാരണം നമ്മൾ നേരത്തെ 1ഉം 3ഉം വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് 2-digit നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ നമ്മൾക്ക് 5 എന്നുള്ള ഒരു അക്കം സ്ഥാനം മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഏതാ കിട്ടിയത്? 1, 3 ഉപയോഗിച്ചിട്ട് 13 കിട്ടി അല്ലേ. ഇനി ഈ 13ൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 5 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? നമ്പർ 5, 1, 3 513 വരും. ഇനി ഈ 5 നടുവിൽ ബിറ്റ്വീൻ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ 1, 5, 3 വരും. നെക്സ്റ്റ് 13 കഴിഞ്ഞിട്ട് നമുക്ക് 5 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1, 3, 5 എന്നുള്ള നമ്പറും വരും. അപ്പോൾ 13 എന്ന ഒരു നമ്പറിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾക്ക് 3 ഡിജിറ്റുള്ള 3 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നമ്മുടെ 31ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതേപോലെ 5ൻ്റെ സ്ഥാനം മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ 2 നമ്പർ യൂസ് ചെയ്തിട്ട് 2-digit നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി. അതുപോലെ 3 നമ്പർ യൂസ് ചെയ്തിട്ട് 3-digitൻ്റെ എത്ര എണ്ണം ഇപ്പോൾ കിട്ടി? 6 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, അങ്ങനെയാണെങ്കിൽ 4-digit നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 4-digit നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 1, 3, 5, 7? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 1, 3, 5 എത്ര എണ്ണം കിട്ടിയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്ഥാനത്ത് നമുക്ക് 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര 4-digit നമ്പർ കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ 7 ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ കിട്ടിയ 3-digit നമ്പേഴ്സിൻ്റെ കൂടെയും 7 സ്ഥാനം മാറ്റി കൊടുത്തു. അപ്പോൾ എത്ര എണ്ണം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെ എണ്ണം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നോക്കാം? ആദ്യം നമ്മൾക്ക് 2 നമ്പർ തന്നിട്ട് അതിൻ്റെ എത്ര എണ്ണം കിട്ടി? 2 നമ്പർ തന്നിട്ട് 2 എണ്ണേ കിട്ടിയുള്ളൂ അല്ലേ. ഇനി 3 നമ്പർ തന്നിട്ട് 3-digit നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നേരത്തെ കിട്ടിയ 2 എണ്ണത്തിനോടൊപ്പം ഇപ്പോൾ ടോട്ടൽ 2 എണ്ണം ആയിരുന്നു. ആ 2 എണ്ണത്തിനോടൊപ്പം ഇനി നമ്മൾ ചെയ്തത് അതായത് 1, 3യുടെ കൂടെ അതായത് നമ്മൾ 5 ആഡ് ചെയ്തു. 5 ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 3 നമ്പേഴ്സായി. ആ 3 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് 3-digit നമ്പർ നമുക്ക് ഉണ്ടാക്കണം. ആ 2ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുക? എത്ര എണ്ണമാണുള്ളത്? എത്ര നമ്പേഴ്സ് ഉള്ളത്? 3 ആഡ് ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 3 6 അല്ലെ. നമുക്ക് 6 അല്ലേ കിട്ടിയത്. 1, 3 എന്ന നമ്പറിൻ്റെ കൂടെ 13ൻ്റെ കൂടെയും 31ൻ്റെ കൂടെയും 5 ആഡ് ചെയ്തപ്പോൾ 5 നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടി സ്ഥാനം മാറ്റി കൊടുത്തപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? 6 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി 7 എണ്ണം ഏഴാമത്തെ ഒരു നമ്പർ അതായത് 4 നമ്പർ 4 ഡിജിറ്റുള്ള നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ 6ൻ്റെ കൂടെ ഇപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 3, 5, 7 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 6ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾക്ക് എഴുതി നോക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എണ്ണം കിട്ടും. How many 3-digit numbers are with 1, 3, 5, 6? In each, what are the different position where we can attach 7? അതിവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ മതി. How many numbers do you get? 6 × 4 24. 24 എണ്ണം കിട്ടി. ഇത്ര നമ്മൾ ചെയ്തതിൽ 0 വന്നിട്ടില്ല അല്ലേ. 1, 3, 5, 7 അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരുന്നു.
അപ്പോൾ നമ്മളതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതും പഠിച്ചു. ഇനി ഓരോ നമ്പർ കൂടുമ്പോഴും നമുക്ക് എത്ര എണ്ണമാണ് കണ്ടുപിടിക്കുക നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി സീറോയുടെ വരുന്ന സമയത്ത് സീറോ അതിൻ്റെ ഇടയിൽ നമ്പറായി വരുന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. നമ്മൾക്കറിയാം ഇപ്പം നമ്മൾ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ സീറോ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ സീറോ എഴുതി കഴിഞ്ഞാൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ് മുതൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്ഥാനം സീറോയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. സീറോ ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമ്പർ കണ്ടുപിടിക്കും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താണ്, ആ ഒരെണ്ണം നമുക്ക് ലെസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരെണ്ണമുണ്ട്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ യൂസിങ് ഓൾ ദ ഡിജിറ്റ് 0, 1, 3, 5. ഇവിടെ നോക്കൂ, നമ്മൾ 1, 3, 5 യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? 6 അല്ലേ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ 7 ആഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 6 × 4 24 കിട്ടിയിരുന്നു. മുകളിൽ പറഞ്ഞ പ്രകാരം ഓരോന്നിനും 4 എണ്ണം വീതം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ആ 4 എണ്ണം നമുക്ക് വരാൻ പറ്റില്ല, കാരണം ഇടത് ഭാഗത്ത് 0 ചേർത്ത് അതിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 4 ഡിജിറ്റ് ആകാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ ഒരെണ്ണം ചെയ്യാൻ പറ്റില്ല, അത് എണ്ണത്തിൽ എടുക്കാൻ പറ്റില്ല. മൊത്തം എത്ര എണ്ണമാവും? 3 എണ്ണേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 6 × 3 18 ആയിരിക്കും. 0 വരുന്നതിൽ 0 ചേർത്തുകൊണ്ടുള്ള 4 നമ്പേഴ്സ് വരുമ്പോൾ ആൻസർ വരുന്നത്. അതായത് 1, 3, 5, 7 നമ്മൾ ഡിജിറ്റ് എടുക്കുമ്പോൾ 24 ഉണ്ടായി. അതിൽ നമ്മൾ 7 എല്ലാത്തിനും 6 എണ്ണത്തിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 7 ഫസ്റ്റ് ഡിജിറ്റായി യൂസ് ചെയ്തു. 0 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇഫ് യു ടേക്ക് 0 ഇൻസ്റ്റെഡ് ഓഫ് 7 there is 6 numbers have no കൗണ്ടർ പാർട്ട്. നമുക്കത് എണ്ണാൻ പറ്റുമോ? 4 ഡിജിറ്റായി കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. സോ there are 24 - 6 18 നമ്പേഴ്സ്. 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി കുറച്ച് ടെക്സ്റ്റൽ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. നൗ ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ്. ഒന്ന് ചെയ്ത് നോക്കാം. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? ഹൗ മെനി വിത്തൗട്ട് 0? Total 2 digit numbers are 90, that is 10 to 99. Total 2 digit number with 0, 9, that is 10, 20, 30, 40, 50, 60, 70, 80 and 90. ഇനി 2 digit number without 0, total 2 digit number 90 minus total 2 digit number with 0, 9. 90 minus 9, that is 81. 3 digit number 20. Total 3 digit 100 മുതലാണ് 999 വരെ. അപ്പോൾ 2 0 വരുന്നത് എത്രയൊക്കെയായിരിക്കും? 100, 200, 300, 400, 500 അങ്ങനെ വരും. അപ്പോൾ മൊത്തം 100 മുതൽ 900 വരെ 9. 9 എണ്ണമാണ് 2 0 വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് വിത്ത് 1 0, 90 + 72 162. അതെങ്ങനെയാണ് വന്നത്? 101, 102, 103, 104, അതേപോലെ 110, 120, 130, പിന്നെ 201, 202 അല്ലേ, 210, 220 ഇങ്ങനെ എല്ലാം വരുമ്പോഴെല്ലാം എത്രയുണ്ട്? 10 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് 162 എണ്ണം വരുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ആർ ദർ വിത്തൗട്ട് എനി 0? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ 900 ആണ്. വിത്ത് 2 0, 2 0 വരുന്നത് 9 എണ്ണം ഉണ്ട്. വിത്ത് 1 0 162, 1 0 വരുന്നത് 162 എണ്ണം ഉണ്ട്. അപ്പോൾ 2 0 വരുന്നതും 1 0 വരുന്നത് ലെസ് ചെയ്താൽ മതിയല്ലോ നമുക്ക് 0 ഇല്ലാത്തത് കിട്ടാൻ. 900 - 171 = 729. 0 ഇല്ലാത്തത് എത്ര ഉണ്ട്? 729. How many 2 digit numbers are there with the same digit repeated? How many 3 digit numbers with the same digit repeated thrice? അതായത് 2 ഡിജിറ്റ് നമ്പർ 2 എണ്ണവും സെയിം ആയിട്ട് വരുന്ന 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം?
റിപ്പീറ്റ് ചെയ്ത് വരുന്ന എണ്ണവും 3 ഡിജിറ്റിലും 3 നമ്പറും സെയിം ആയിട്ട് വരുന്നതും എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡിജിറ്റിൽ സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 9 എണ്ണം ഉണ്ട്. അതായത് 11, 22, 33, 44, 55 എക്സെട്ര. 3 ഡിജിറ്റ് സെയിം ആയിട്ട് വരുന്നത് 9 ആണ്. 111, 222 എക്സെട്ര എക്സെട്ര. How many 4-digit numbers can be made using all the digit 1, 2, 3, 4? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് 4 ഡിജിറ്റ് നമ്പർ ഇടുമ്പോൾ എത്ര എണ്ണം വരുന്നത് എത്രയായിരുന്നു? 6 × 4 24 ആണ്. 0 വന്നില്ലെങ്കിൽ 0 ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ 24ഉം 0 വരികയാണെങ്കിൽ അത് 18 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് കുട്ടികൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ വീഡിയോ ഈ ചാപ്റ്റർ എടുത്ത് എല്ലാവർക്കും ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെയുള്ള 5th സ്റ്റാൻഡേർഡിലെ എല്ലാ സബ്ജക്റ്റുകളും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.